നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റ് അതീവ വോളറ്റൈലായ രീതിയിൽ നിലകൊണ്ട് 26,000 മുകളിലാണ് നമുക്ക് ക്ലോസ് കിട്ടിയത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും കനത്ത ഇടിയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഇടിവിൽ തന്നെയാണ് ഉള്ളത്. കാണുമ്പോൾ ഏറ്റവും മുകളിൽ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 26,045 എന്നാൽ നിഫ്റ്റിയുടെ ക്ലോസ് നമുക്കുണ്ടായിരുന്നത് 26,145. ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ്. എന്നാൽ ഫ്യൂച്ചർ പ്രശ്നമൊന്നുമില്ല, 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ് കോയിനിൽ ഒരു ഇടിവുണ്ടായി, $1,700 ഇടിവ് രേഖപ്പെടുത്തി 90,000 താഴെ പോയി. ബ്രന്റ് ഓയിൽ നിൽക്കുന്നത് 61. ഗോൾഡ് ഇന്ന് $10 കയറി $4,312 ആയിട്ടുണ്ട്. ഓസ്ട്രേലിയ 59 പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കൊറിയ 63, ജപ്പാൻ 622. പിന്നെ നമ്മൾ കാണുന്ന അതെല്ലാം തന്നെ യൂറോപ്യൻ US മാർക്കറ്റുകൾ. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കാര്യമാണ്. ഇതുവരെ കണ്ടത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഉള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ പൊതുവേ വിപ്രോ എല്ലാം തന്നെ 1.7% ഇടിവുണ്ടായിരുന്നു. ICICI ബാങ്ക് എന്നാൽ പോസിറ്റീവിലാണ് ഇപ്പോൾ US മാർക്കറ്റിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരാഴ്ച ഒരുപാട് ഈവൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരികയാണ്. കൂടാതെ തന്നെ ഈ ബുധനാഴ്ച ദിവസം US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വരും. ചൊവ്വാഴ്ച ദിവസം US നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരും. വ്യാഴാഴ്ച ദിവസം US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരും. വെള്ളിയാഴ്ച ദിവസം US നിന്ന് PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരും. നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ഫോറിൻ റിസർവ് ഡേറ്റ വരും. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം റെലവൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് റുപ്പീസിൻ്റെ ഫോളാണ്. 90 രൂപ എത്തി നിൽക്കുകയാണ് US ഡോളറിനെതിരെ. പിന്നെ നമ്മൾ കണ്ടത് FISൻ്റെ ബൈയിങ് ആയിരുന്നു, സെല്ലിംഗ് ആയിരുന്നു. FIS ഈ ഒരു മാസം 19,000 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും സെല്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഇപ്പോൾ കാനഡ, മെക്സിക്കോ ഒക്കെ ഇന്ത്യക്ക് ഫർദറായിട്ടുള്ളൊരു താരിഫ് ഏർപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ PM മോഡിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ളൊരു ടെലിഫോണിക് സംഭാഷണമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഇപ്പോൾ ഈ ആഴ്ചയിലും ഒക്കെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ നമ്മൾ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട് നമ്മൾ ഇൻസ്റ്റയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. BEL കമ്പനിക്ക് 770 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കൺസോളിഡേറ്റഡ് കൺസ്ട്രക്ഷൻ കൺസോർട്ടിയം കമ്പനി CCCL അവർക്ക് 458 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗോദാവരി പവർ കമ്പനി അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടെ നിലവിലുള്ള പ്രൊജക്റ്റ് വികസിപ്പിക്കുകയാണ്. 1,625 കോടി രൂപ മുടക്കാണ്. ആസ്ട്ര മൈക്രോവേവ് കമ്പനിക്ക് 124 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഡോക്ടർ റെഡ്ഡിക്ക് അവരുടെ പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ EIR റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ന്യൂസ്. KEC ഇൻ്റർനാഷണൽ കമ്പനി 1,150 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡിഗോ ബാക്ക് ടു ട്രാക്കിലാണ്. 2050 ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. GPT ഇൻഫ്ര കമ്പനിക്ക് 1,700 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അശോക് ബിൽഡ്കോൺ കമ്പനിക്ക് ഒരു ഫ്ലൈ ഓവറിൻ്റെ ഓർഡർ കിട്ടി. 1,041 കോടി രൂപയുടെയാണ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസൊക്കെ ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.